തീർച്ചയായിട്ടും. കാരണം ഇന്ന് ഗവൺമെന്റിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ മീറ്റിംഗ് വിളിച്ചു. അപ്പം അതിനകത്ത് തങ്കശ്ശേരി ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും മറ്റ് ബഹുമാനീയരായ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആൾക്കാരും വെച്ചിട്ടാണ് കളക്ടർ മീറ്റിംഗ് വിളിച്ചത്. അപ്പം അത് പ്രകാരം മുതലപ്പുഴി ഹാർബറിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് അവിടെയുള്ള വള്ളങ്ങളെ നമ്മൾ മൂതാക്കര, വാടി, തങ്കശ്ശേരി ലാൻഡിംഗ് സെന്ററുകളായിട്ട് കേന്ദ്രീകരിച്ച് ക്രമീകരിച്ച് വള്ളങ്ങൾ അടുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. തങ്കശ്ശേരി, വാടി, ജോനപ്പുരം, പിന്നെ മൂതാക്കര, പോർട്ടുകൊല്ലം. ഇപ്പം നിലവിൽ പോർട്ടുകൊല്ലത്തിൽ ഒക്കെ കൂടുതലും നമ്മൾ തദ്ദേശീയമായിട്ടുള്ള വള്ളങ്ങൾ കൂടുതൽ അടുക്കുന്നതുകൊണ്ട് അവിടുന്ന് വരുന്ന വള്ളങ്ങളെ മറ്റ് ലാൻഡിംഗ് സെന്ററിലേക്ക് ക്രമീകരിക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. കിടക്കാൻ പറ്റും. ഇനിയിപ്പം തയ്യാറെടുപ്പുകൾ നമ്മൾ ഈ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചെയ്തു തുടങ്ങണം. ഇന്ന് മീറ്റിംഗിൽ നമുക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടർ പറയുകയും അത് പ്രകാരം ഉദ്യോഗസ്ഥർ അതുമായിട്ടുള്ള നടപടിയിലോട്ട് മുന്നോട്ട് പോകണം. അല്ല, അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പം ഏതൊരു വള്ളവും തീർച്ചയായിട്ടും മത്സ്യബന്ധനത്തിൽ പോകുമ്പോൾ കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം റൂൾസ് പ്രകാരമുള്ള നിയമങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. കളർ കോഡും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കളർ കോഡും മറ്റ് നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള മത്സ്യബന്ധന രീതികളും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത്തരത്തിലുള്ള യാനങ്ങളായിരിക്കണം നമ്മളുടെ ലാൻഡിംഗ് സെന്ററിലോട്ട് പ്രവേശിക്കുന്നത്. അല്ല, അത് ഇന്നിപ്പം നമ്മളിപ്പോൾ തീരുമാനം ഇപ്പം കളക്ടറുടെ സാന്നിധ്യത്തിൽ എടുത്തിരിക്കുകയാണ്. അത് ഗവൺമെന്റിലേക്ക് പോകും. ഗവൺമെന്റ് ആണ് പിന്നീട് പറയേണ്ടത് എന്ന് മുതലാണ് ഇത് കൊണ്ടുവരുന്നത്. തീർച്ചയായും അത് ഗവൺമെന്റിൽ നിന്ന് തീരുമാനം വരണം. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ലൈറ്റ് വെച്ച് ചിലരൊക്കെ മീൻ പിടിക്കുന്ന ഒരു ആശങ്കകളൊക്കെ പറഞ്ഞത് ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അവർക്ക്. അല്ല, എല്ലാ അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധന രീതി ആയാലും ശരി തന്നെ ലൈറ്റിംഗ് ഫിഷിംഗ് മാത്രമല്ല, ഈവൻ രജിസ്ട്രേഷനോ ലൈസൻസോ കളർ കോഡിങ്ങോ ഒന്നുമില്ലാത്ത ഇത്തരത്തിൽ നിയമത്തിന് വിരുദ്ധമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഒരു യാനങ്ങളെയും നമുക്ക് ഡിപ്പാർട്ട്മെന്റിനോ ആർക്കും തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നിന്ന്, പക്ഷേ എങ്കിലും നമ്മൾ ഇപ്പൊ ഈ ഒരു സാഹചര്യം നമ്മൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആ സാഹചര്യമാണ്. അത് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മളുടെ ഹാർബറിൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ വിവിധ ലാൻഡിംഗ് സെന്ററുകളിൽ വള്ളങ്ങൾ അടുക്കാനുള്ള ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ പ്രതിസന്ധി നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പരിശോധിച്ചത്.